അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടോ. എന്തൊക്കെയാണ് ഞങ്ങൾ സുഖം. ഇന്ന് നമ്മൾ സുഹൃത്ത് മദീനത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് ദിവസം വെച്ച് ഇന്ന് ബുധനാഴ്ച. അപ്പം മദീനത്തിലേക്ക് പോവാണ്. അപ്പോൾ അവനെ സാപ്റ്റിക ബസ് പോണത് ഇതിൻ്റെ മെട്രോ സ്റ്റേഷൻ എന്നാണ്. നമ്മളറിയില്ല, സുലൈമാനിയിൽ മെട്രോ സ്റ്റേഷനിലേക്കാണ്. ജിദ്ദയിൽ സുലൈമാനിയ മെട്രോ സ്റ്റേഷൻ എന്നാണ് മദീനത്തിലേക്ക്, തായിഫിലേക്ക്, അബഹ, അങ്ങനെ അതായത് സൗദി അറേബ്യൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്ന ബസ് കിട്ടുന്നത്. അത് സുലൈമാനിയ മെട്രോ സ്റ്റേഷനും മെട്രോയും സ്റ്റേഷനും രണ്ടും ഒന്നിച്ചില്ല ഇതിന്നാണ് പോകുന്നത്. ട്രെയിൻ വേറെ പോകുന്നത്, ഇത് ബസ് വേറെ പോകുന്നത്. അതായത് ജിദ്ദൻ്റെ ഉള്ളിലുള്ളതൊക്കെ പിന്നെ വലതുനിന്നും ജിദ്ദിന് പുറത്തുള്ള എല്ലാ ഭാഗത്തേക്കും പോകുന്ന ബസ്സും മെട്രോ സ്റ്റേഷൻ എന്നാണ് ബസ്സുകളും പോകുന്നത് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ നേരെ ഇവിടെ എത്രയായി 2:30 മണിയായി, രാത്രി 2:30 മണി കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടാക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇനി അവിടെ വീഡിയോ റോട്ടിൽ നിന്നുള്ള കാഴ്ച കാണിക്കുന്നില്ല. നമ്മൾ അവിടെ മെട്രോ സ്റ്റേഷൻ എത്തിയതിന് ശേഷമുള്ള വീഡിയോസ് കാണിക്കുക വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് മെട്രോ സ്റ്റേഷൻ ഇതാണ്, മെട്രോ സ്റ്റേഷൻ ഇതാണ്. പക്ഷേ മെട്രോ സ്റ്റേഷൻ ഉള്ളിലുള്ള ഭാഗങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയിൽ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളിവിടെ മെട്രോ സ്റ്റേഷൻ്റെ മെയിൻ പിന്നെ പാർക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വണ്ടി കടന്നിട്ടോ. ഇത് ഫസ്റ്റ് സിഗ്നലാണ്. നമ്മളെ മുമ്പിൽ ഒരു ബസ്സുണ്ട്, ഒരു സാധാ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ സുഹൃത്ത് മദീനത്തിലേക്ക് പോകട്ടോ. അതായത് പിന്നെ അവന് തായിഫിൽ നിന്ന് വന്നതാണ്. തായിഫിൽ വന്ന് എൻ്റെ റൂമിലായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അത് മദീനയിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോകണം നമ്മൾ. ഇതാണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഭാഗങ്ങൾ കേട്ടോ. റെഡ് ലൈറ്റ് കത്തി, ഇവിടെ ഒന്നും കുഴപ്പമില്ല, വണ്ടികൾ പോകണം. ഞാനിവിടെ പോയി. പക്ഷേ സിഗ്നൽ കട്ട് ചെയ്യാൻ പാടില്ല, അത് അനുവദീയമല്ല. അതുകൊണ്ട് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ എടുത്തതാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ അങ്ങനെ അറിയാലോ, അതായത് സിഗ്നൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3000 റിയാലാണ്. 3000 റിയാൽ നാട്ടിൽ ഏകദേശം ഒരു 70,000 റുപ്യോളായി. നാട്ടിൽ 70,000 റുപ്യേൻ്റെ ഒറ്റ സിഗ്നൽ കട്ട് ചെയ്താൽ, റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നാട്ടിൽ ഏകദേശം അത്ര എമൗണ്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത ഭാഗം പിന്നെ ശ്രദ്ധിക്കണം, ക്യാമറ വളരെ നല്ല ശ്രദ്ധിക്കണം. ഇതിനുള്ളിൽ ക്യാമറ ഉണ്ടാവില്ല, എന്നിരുന്നാൽ നമ്മൾ സിഗ്നൽ എന്താ നിർബന്ധമായി നമ്മൾ പാലിക്കണം. ഇനി എവിടെ ആയാലും ആൾ വണ്ടി നട്ടപ്പാതിരാക്കി വണ്ടികളില്ലെങ്കിലും നമ്മൾ സിഗ്നൽ നിർബന്ധം നമ്മൾ പാലിച്ചിരിക്കണം. അത് മുമ്പിലൊക്കെ പാർക്കിംഗ് ഉണ്ട്, മുന്നിൽ അതാ കാണുന്ന ബിൽഡിംഗ് മൊത്തം പാർക്കിംഗ് ഉണ്ട്, വണ്ടീൻ്റെ പാർക്കിംഗ് ഉള്ളതാണ്. നമ്മൾ നേരെ മെയിൻ ഭാഗങ്ങളിലേക്ക് വണ്ടി പിന്നെ മെട്രോ, അതായത് വലത് സൈഡിലാണ് മെട്രോ ട്രെയിന് പോകുന്നത്, ഇടത് സൈഡിലെ ബസ്സും. അപ്പോൾ അവനക്ക് മദീനയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. ഇവിടെ സൈഡാക്കിയിട്ട് വേണം അവന് പോകും. ഈ വണ്ടിയുടെ ബാക്കിലേക്ക് സൈഡാക്കണം. ഇവിടെ സൈഡാക്കാനുള്ള ഗ്യാപ്പുണ്ട്, സൈഡാക്കുക. അപ്പോൾ അവൻ നമ്മളോട് യാത്ര പറഞ്ഞ് പോവാണ്, മദീനയിലേക്ക് പോവാണ്. ഇനി ഒരു 4-5 ദിവസം കഴിയും അവന് തിരിച്ച് വരണമെങ്കിൽ. ഇന്നതിന് ശേഷം അവൻ തായിഫ് പോകും. അവൻ ജിദ്ദയിൽ ഒന്നിന് ശേഷിക്കാണ് അവൻ തായിഫ് പോകാൻ. അപ്പോൾ അവനിവിടെ ഇറക്കുകയാണ്. ഇത് നമ്മളെ വലത് സൈഡിലാണ് പോയി ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട്. അവിടേക്ക് നമ്മൾ ഇക്കാമ കൊടുക്കുക. ഇക്കാമ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. അത് എപ്പോഴാണ് ടൈമെന്ന് അറിയില്ല, ഏകദേശം പിന്നെ രാവിലെയൊക്കെ ആവുന്നു. സുബീൻ്റെ ശേഷിക്കാരും ബസ്സുണ്ടായാലും എല്ലാ ഭാഗത്തും. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് എടുത്ത് വെക്കാൻ ഏറ്റവും നല്ല വെച്ചിട്ട് കുറച്ച് നേരത്തെ പോകുന്നതൊക്കെയാണ്. എൻ്റെ പരിപാടി ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ സ്റ്റേഷനിലേക്ക് ഞാനും അവനോട് വന്നത് കേട്ടോ. ഓനെ ഇറക്കി നേരെ മദീനത്തേക്ക് പോകണം ഒരാൾ. അപ്പോൾ മദീനത്തേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട്, ബസ്സോ അല്ലെങ്കിൽ ഇതോ ഒന്നുകിൽ ട്രെയിന് ഒന്നുകിൽ ബസ് പോകാൻ വേണ്ടി ഇവിടെ വന്നതാണ്. നമ്മുടെ സുലൈമാനിയിലെ മെട്രോ സ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ ഒരുപാട് കാണിച്ചോട്ടോ. മെട്രോ രാത്രി എത്രയും നേരം, രാത്രി കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ നേരെ എത്രയും നേരം 3:05 3:07, അതായത് 3:07 ആയിപ്പോൾ. നേരെ ഇവിടെ 3:07 ആയിക്കാണ്. ഈ നേരത്താണ് നമ്മളിവിടെ ആളെ കൊണ്ടുപോയി വന്നത്. അവൻ മദീന പോവാണ്, മദീനത്തേക്ക് പോകുന്ന ആള്. നമ്മൾ പല വീഡിയോകൾ നമ്മൾ സുലൈമാനി മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ പറയാനല്ല, അതിൻ്റെ ഉള്ളിലെ മെട്രോ സ്റ്റേഷൻ ഉള്ളല്ല, ജസ്റ്റ് അതിൻ്റെ പാർക്കിങ്ങിലേക്ക് വന്ന ഒരു കാഴ്ച പ്രേക്ഷകർ ആദ്യമായിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെയൊക്കെ സീനുകളുണ്ട്, ഒക്കെ നമ്മൾ പാലിക്കണം. ക്യാമറ ഇല്ല, എന്നിരുന്നാലും പാലിക്കണം നമ്മൾ. അങ്ങനെ വീണ്ടും ഇവിടുന്ന് പോകണം. നമ്മൾ സീനിൽ ഓപ്പണായി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകട്ടോ. നേരെ എത്രയും കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ 3:08 ആയിപ്പോൾ അവിടെ. 3:07 3:08 ടൈമായിട്ടോ.
ടൈം കാണിച്ചോളൂ. 3:08 AM രാവിലത്തെ ടൈമാട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ നമ്മളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സുഹൃത്തിനെ ആടാക്കാൻ വേണ്ടി വന്നതാട്ടോ ഇവിടേക്ക്. അപ്പോൾ നമ്മൾ മെട്രോക്ക് പോണ കാഴ്ചകൾ പിന്നെ തിരിച്ചമ്മോടെ പോണ കാഴ്ചകളും ഞാൻ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതാണ് സുലൈമാനിയ മെട്രോ സ്റ്റേഷൻ ശരിക്കും കണ്ടോളി, തുറന്ന് കണ്ടോളിട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ മെട്രോ സ്റ്റേഷൻ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളിലെ ബസ്സുകൾ പോകുന്നത് ഈ വലത് സൈഡിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലത് സൈഡിൽ നിന്നാണ് ബസ്സുകൾ പോകുന്നത്. മദീന, തായിഫ് പല ഭാഗത്തേക്കും ബസ്സുകൾ പോകുന്നത്. ഇവിടെ നിന്നാണ്. നേരെ ഇടത് സൈഡിൽ ട്രെയിൻ പോകുന്നതാട്ടോ. ഇടത് സൈഡ് നമ്മൾ ആളോടെ ഇറക്കിയില്ലേ, അവിടെ നിന്നാണ് തിരിച്ച് പോകണത് കേട്ടോ. ട്രെയിന് പോകുന്നത് അവിടെ നിന്നാട്ടോ. അപ്പോൾ ചെങ്കളെ പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറയുന്നത് നല്ല ചൂടാണ്. നമ്മുടെ സൗദി അറേബ്യയിൽ നല്ല ചൂടാട്ടോ. ഇപ്പോൾ പഴയമാരില്ല ചൂട്, ഇത് പറഞ്ഞാൽ അപ്പാര ചൂടാണ്. ഇവിടെ സീനിൽ റെഡ് കത്തിയിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇതിവിടുത്തെ ഈ പുറത്ത് കളിക്കണമെങ്കിൽ ലാസ്റ്റ് സീനല്ല കേട്ടോ. ലാസ്റ്റ് സീനല്ല അതാണ്. മെട്രോ സ്റ്റേഷന് പുറത്ത് കിടക്കണ്ടേ, പുറത്ത് കിട്ടും, ഉള്ളിലല്ല. പുറത്ത് കിടക്കണമെങ്കിൽ ലാസ്റ്റ് സീനല്ല റെഡ് സീനൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകാം. അവിടെ പാലത്തിനടി യൂട്ട് അടിക്കാൻ നേരെ തിരിച്ച് നമ്മൾ കയറി പോകും. അപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തി നമ്മൾ പോവാണ്. നമ്മൾ നേരെ നമ്മളെ പിന്നെ തട്ടകം തന്നെ ജിദ്ദയിൽ അൽസനാബിൽ നമ്മൾ തട്ടകം 10 തട്ടകം കേട്ടോ. അവിടെ അപ്പോൾ നമ്മളൊരു പിന്നെ ഒരാളെ പിന്നെ ബ്രോസ്റ്റിൻ്റെ ഡെലിവറി ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ. ആ ബോർഡ് വായിച്ചോളി. ഇനി ഇവിടുന്ന് റൈറ്റ് എടുത്തുകാണ്ട് ഈ വലിയൊരു പാലം കണ്ടുകൾ ഇത് റോഡിൻ്റെ ആണ്, മെട്രോയുടെ അല്ല. ഈ പാലത്തിൻ്റെ അടി യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുത്തിട്ട് വേണം നമുക്ക് നമ്മളെ തട്ടകത്തേക്ക് എക്സ്പ്രസ് കയറാൻ. എക്സ്പ്രസ് കയറിയിട്ട് നമ്മൾ ജിസാൻ റൂട്ടിലേക്ക് കയറി പോകണം. ജിസാൻ റൂട്ടിലേക്ക് കയറി പോയിട്ട് വേണം പിന്നെ നമുക്ക് സനാബിലെ റൂട്ടിലേക്ക് തിരിയാൻ. അവിടെ എത്തുമ്പോൾ എന്തായാലും ഇപ്പോൾ 3:10 3:11 എന്തായാലും അവിടെ എത്തുമ്പോൾ എന്തായാലും നേരെ എത്ര ആവുന്നൊരു ഏകദേശം ടൈം 3:45 ഇവിടുന്ന് ഒരു 10-25 മിനിറ്റ് തോട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ ഈ യൂട്ടേൺ എടുക്കണം. കണ്ടില്ല ഇവിടെ യൂട്ടേൺ എടുക്കണം. അപ്പോൾ നമ്മുടെ യൂട്ടേൺ എടുത്തിട്ടോ. ഇനി നാളെ എക്സ്പ്രസ് കയറണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഉൾറോഡിലൂടെ നമ്മൾ പോകട്ടെ. ഷോർട്ട് റോഡ് കട്ട് ചെയ്യാണ്. ഷോർട്ട് റോഡ് നമ്മൾ പോകണം കേട്ടോ. നട്ടപ്പാതിലേക്ക് നമ്മൾ പോകണം കേട്ടോ. നേരെ 3:15 ഇപ്പോൾ ഇവിടെ. നാട്ടിലുള്ളവർക്ക് നല്ല ഉറക്കലേക്കാണ്. നാട്ടിലുള്ളവരിപ്പോൾ നേരെ നാട്ടിലെത്രയായി 3:05 ഇവിടെ ഉള്ളവർ ഏകദേശമൊക്കെ ആളുകളൊക്കെ ഉറങ്ങി നല്ല ഉറക്കലേക്കാണ്. നാട്ടിലുള്ളവർ നല്ല ഉറക്കമുള്ളവരുണ്ട്. എണീറ്റിട്ടുണ്ടാവും. സുബൈസ് കഴിഞ്ഞുണ്ടാവും. സുബൈസ്കാരായുണ്ടാവും നാട്ടിൽ. നമ്മളിപ്പോഴും ഓട്ടത്തിലാണ് ഇവിടെ. നോക്കണ്ട, നമ്മളെ കുട്ടികൾ നമ്മളെ ഫാമിലി നോക്കാൻ വേണ്ടിയിട്ടില്ല നമ്മളിവിടെ പ്രവാസം ജീവിതം. ഈ പ്രവാസികൾ എല്ലാവരും നമ്മളുള്ളത് അങ്ങനെ തന്നെയല്ലേ. പലർക്കും പല ജോലി എന്തെങ്കിലും ടൈമൊക്കെയാണ് ജോലി. നമുക്ക് ഈ ടൈമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഡ്യൂട്ടി പോയി കഴിയണുള്ളൂ. എന്നാലും അൽഹംദുലില്ലാ അടുത്തറപ്പിനെ സ്തുതിക്കുകയാണ് നമ്മൾ. അതിനും നമുക്ക് പരിഭവമില്ല കേട്ടോ. ചിലർക്ക് ജോലി നല്ല സുഖമുണ്ടാകും, ചിലർക്ക് നല്ല ലെങ്ത്ത് ഡ്യൂട്ടി കയറാം. പലർക്കും പലതാണ്. പലർക്കും എല്ലാവരും ഒരേ മാതിരി ആവില്ല. എന്നാലും അൽഹംദുലില്ലാ നേരെ ഇപ്പോൾ നമ്മൾ റണ്ണിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ തട്ടകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ ഇടത് സൈഡിൽ കാണുന്ന റെഡ് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അതാണ് മെട്രോ ട്രാക്ക് കേട്ടോ. മെട്രോ റെയിൽ പോകുന്ന ട്രാക്ക് അതാട്ടോ. ഈ ഇടത് സൈഡിൽ കേട്ടോ കാണുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ അവിടെ ആരും ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യട്ടോ. വാഹനങ്ങൾ വളരെ കുറവാണ്. നേരെ 3:28 ടൈം 3:28 രാവിലെ.
ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് അതൊരു വാഹനം നമ്മളെ പാസ് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ വളരെ കുറവാട്ടോ. അങ്ങനെ നമ്മളെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സനാബിൽ റോഡിലേക്ക് നമ്മൾ കടന്നു. ഇതാണ്ട് നമ്മളെ ഏരിയ. നീ കണ്ടില്ല വരണ്ട. രാത്രി 3:35 ഇപ്പത്തെ കാഴ്ച കണ്ടോളി. സൂപ്പർ മാർക്കറ്റ് അടിച്ചിട്ടില്ല വലത് സൈഡിൽ. കിക്ക് മാർക്കറ്റ് ഓൺലൈൻ ഓർഡർ എടുക്കുന്ന അപ്പുറത്താണ്. ഞാൻ ഓപ്പോസിറ്റ് ഓൺലൈൻ അതായത് അങ്കർ സ്റ്റേഷന് തോര അതൊക്കെ ഓർഡർ എടുക്കുന്ന അപ്പുറത്താണ്. അത് സൂപ്പർ മാർക്കറ്റാണ്. ഓൺലൈൻ പർച്ചേസിങ് മാത്രമാണ് അവിടെ. ഇതൊരു പമ്പ്, ഞാൻ പറഞ്ഞ പമ്പ് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ പമ്പ് കഴിഞ്ഞു. ഇടത് സൈഡിലാട്ടോ, അത് കാണില്ല. നമുക്ക് ഇവിടുന്ന് നേരെ യൂട്ടേൺ കണ്ടിട്ടോ. ഇവിടെ ഒന്ന് അടച്ച് അവിടെ ചില കടകളൊക്കെ തുറന്നാ തോന്നുന്നുണ്ട് ഇപ്പോൾ. നമ്മുടെ ഈ ടൈമിന് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് ഇവർക്ക് അറിയില്ല. നമ്മുടെ ജ്യൂസിൻ്റെ കടത ഇവിടെ യൂട്ടേൺ എടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരുവിധം കടകളൊക്കെ അടച്ചിട്ടില്ല. 24 തോന്നുന്നുണ്ട്. അവിടെയൊക്കെ കടകൾ കാണുന്നത് കേട്ടോ. ഇത് പുതിയ പ്രോ ഷോപ്പാണ്. അത് കണ്ടില്ല കഴിഞ്ഞില്ല. ഇത് അലുവ തന്നെ പുതിയ ഒരു സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ 24 ആണ് ഇത്. ഈ കട ഇതിപ്പോൾ ഒരു 2 മാസമായിട്ടുള്ള ഓപ്പൺ ആയിട്ട്. ഇവിടെ ഒരു ദുഃഖാൻ കണ്ടില്ല. അപ്പോൾ മക്കളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടോ. വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു.